ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം ദാനിയേൽ 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ പറയുന്നു: നീ ഇടവിടാതെ ആരാധിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കും. രാജാവ് ദാനിയേലിനോട് പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാം. ദാനിയേൽ ജീവിച്ച കാലത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഒരു റൂൾ ഇട്ടപ്പോൾ ദാനിയേൽ തൻ്റെ മുറപ്രഹാരമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് രാജാവിൻ്റെ കൽപ്പനയെ എതിർത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സിംഹഗവിയിലിട്ട് ഒരു ശിക്ഷിക്കുവാൻ, കൊല ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ രാജാവ് പറഞ്ഞ ഒരു കാര്യം: നീ ഇടവിടാതെ ആരാധിക്കുന്ന ദൈവം. ദാനിയേൽ ഇടവിടാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ഇടവിടാതെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണം അദ്ദേഹം ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വേദവചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അനേകർക്ക് ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇടവിടാതെ ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവം. അബ്രഹാം ഇടവിടാതെ ദൈവത്തെ അന്വേഷിച്ചിരുന്നു. വായിക്കുമ്പോൾ ഒരു സന്ദർഭങ്ങളിൽ പിതാവ് ഇറങ്ങി വന്നു. അബ്രഹാം പിതാവിനോട് സംസാരിച്ചു. അങ്ങനെ ഇടവിടാതെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ശീലം ദൈവഭക്തനായ അബ്രഹാമിന് ഉണ്ടായിരുന്നു. മോശയ്ക്കും കൂടി അങ്ങനെ ഇടവിടാതെ ദൈവത്തോട് സംസാരിക്കുന്ന, മലയിൽ കയറി വന്ന് 40 ദിവസം ഉപവാസമിരുന്ന് ദൈവത്തോട് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ദാനിയേലിൻ്റെ കാര്യം കൂടി നാം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം 3 ദിവസം 3 നേരം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനായിരുന്നു. സങ്കീർത്തനം 55-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ദാവീദ് രാവിലെയും വൈകുന്നേരം രാത്രിയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനായിട്ട് കാണപ്പെടുന്നു. വേദവചനത്തിൽ പറയുന്നു, ദാവീദ് ഒരു ദിവസം 7 പ്രാവശ്യം ദൈവത്തോട് കൂടി സംസാരിക്കും എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 38 വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ പ്രവാചകിയായ അന്ന ദൈവത്തോട് അധിക നേരം ഇടപെടുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ മകളായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മോടും കൂടി ഇടവിടാതെ നാം ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്ന മാത്രമല്ല, അദ്ദേഹത്തിനും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. റോമർ 1:9, ഗലാത്യർ 1:9, എഫേസ്യൻസ് 1:16 എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ താൻ ഇടവിടാതെ ദൈവത്തെ ആരാധിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം ഇന്നും നമ്മളിരുന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം: ഇടവിടാതെ ദൈവത്തെ അന്വേഷിക്കണം, ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം, ഇടവിടാതെ ദൈവത്തോട് നാം ഐക്യപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏതോ ഒരു സമയം മാത്രമല്ല, അല്ലെങ്കിൽ ഏതോ സമയം കിട്ടുമ്പോൾ മാത്രമല്ല ദൈവത്തെ നാം ആരാധിക്കേണ്ടത്, ഇടവിടാതെ. നിങ്ങൾ ഒരു സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കാം. നിങ്ങളുടെ ആരാധന ഞായറാഴ്ച പ്രാർത്ഥനയോട് കൂടി നിന്നു പോകാതെ അനുദിനവും ഇടവിടാതെ ദൈവത്തെ ആരാധിക്കണം. നാം ഈ ജോലി ചെയ്യുമ്പോൾ ദൈവത്തോട് സംസാരിക്കാം. ഒരു വാക്കിംഗ് പോകുമ്പോൾ ദൈവത്തോട് സംസാരിക്കാം. ഡ്രൈവിംഗ് പോകുമ്പോൾ നാം സംസാരിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ദൈവത്തോട് ഞാൻ ഇടപെടാറുള്ളത്. അതും പ്രത്യേകിച്ച് തനിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ സമയത്തിലൊക്കെ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അതേപോലെ ഏതൊരു കാര്യത്തിലും നാം പ്രാർത്ഥനയോട് കൂടി ഉണ്ടായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയെ എൻ്റെ യാത്രാമധ്യയിൽ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആ സഹോദരി അവരോട് കൂടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആസാം സ്വദേശിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ എൻകറേജിങ് ആയിരുന്നു. ആ മകൻ ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഏർലി മോർണിംഗ് എണ്ണിട്ടിരുന്ന് ദൈവത്തോട് കൂടി സംസാരിക്കുന്ന മകൻ. അത് മാത്രമല്ല, താൻ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുറം വേല ചെയ്യുമ്പോഴും എപ്പോഴും ഇയർബഡ്സ് എടുത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും
പ്രസംഗങ്ങൾ കേൾക്കുകയും അങ്ങനെ ദൈവത്തുമായിട്ട് കണക്റ്റഡായിട്ട് ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നാം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നു. രാവിലെ എണ്ണീറ്റും പലരും അവരുടെ ജോലികൾ, അവരുടെ കാര്യങ്ങൾ, മൊബൈൽ അങ്ങനെ നോക്കുന്നതിൽ ബിസിയായി പോയി വരും. എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് പോലും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം? വെറുമനെ കുരിശ് വരച്ചുകൊണ്ട് എണ്ണിക്കുന്നതും കിടന്ന് ഉറങ്ങുന്നതും അല്ല ക്രൈസ്തവ ജീവിതം. ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് ഇടപെടുന്നതാണ് ക്രൈസ്തവ ജീവിതം. ഒരു ദിവസം ദൈവം നമുക്ക് 24 മണിക്കൂർ തന്നിരിക്കുന്നു. ഒരു 24 നിമിഷമെങ്കിലും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ? നാം വേദവചനത്തിൽ ദശാംശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്കുള്ള പണത്തിൽ കൊടുക്കുന്നത് മാത്രമല്ല ദശാംശം, അതിനെക്കുറിച്ച് ഒരു വലിയൊരു കോൺട്രവേഴ്സിയും ഉണ്ട്. പഴയ നിയമത്തിൽ അത് തീർന്നു, പുതിയ നിയമത്തിലുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്ന സമയത്തും ദൈവത്തിനൊരു ദശാംശം കൊടുക്കുന്നത് നല്ലത്. ദർ ഇസ് നത്തിങ് ഹാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഓരോ വ്യക്തിയും 1 മണിക്കൂർ 40 നിമിഷം പ്രാർത്ഥനയിൽ ചെലവിടണം. ഇങ്ങനെ ദൈവത്തോട് ഇടപെടാതെ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കും? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചില സുഹൃത്തുക്കൾ കാണാം. നമ്മൾ അധിക നേരം അവരോട് സംസാരിക്കും, മണിക്കൂർ കണക്ക് അവരോട് നാം ചാറ്റ് ചെയ്യും, മണിക്കൂർ കണക്ക് അവരോട് ഫോണിൽ സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ട അനുഭവങ്ങൾ ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് നാം പങ്കുവയ്ക്കും. ആരോട്? നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരോട്. നാം ഇടപെടാതെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശീലമുണ്ടായിരിക്കുമ്പോൾ നാമും ദൈവത്തോട് കൂടെ അടുക്കുന്നു. നാം മറ്റുള്ളവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് നാം കാണിച്ചു കൊടുക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ദൈവം മാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു അനുഗ്രഹത്തിന് കുറവിരിക്കുന്നു, ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭ്യമായിരിക്കുന്നു, ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറവുണ്ടാക്കി. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണും. നാം ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ലോഹപ്രഹാരമായിട്ട് എപ്പോഴും ഒരു തമാശ പറയുന്ന സുഹൃത്തുക്കളോട് നാം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും തമാശകൾ പറയാൻ തുടങ്ങും. ഒരു ചിലർ എപ്പോഴും പരിഹസിക്കുന്നവരായിരിക്കാം. അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ സമാധാനം വരും. ഒരു ചിലർ ഭയങ്കര മോട്ടിവേഷൻ കൂടെ ആയിരിക്കും, നമ്മളും അങ്ങനെ വരും. അതേപോലെ നാം ദൈവത്തോട് സംസാരിക്കുക. നാം ഇടപെടാതെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സ്വഭാവം നമ്മുടെ അടുത്തിൽ വരും. ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്പിരിച്വൽ ഫ്രൂട്ട്സായി 9 സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് സംസാരിക്കണം. അതേപോലെ തന്നെ നാം ഇടപെടാതെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, നാം ഏത് കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നു അത് തീർച്ചയായിട്ടും ദൈവം ഉത്തരം നമുക്ക് നൽകും. എന്നോട് പല ചെറുപ്പക്കാരും എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണമെന്ന് എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഞാനും അവർക്ക് എന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ചിലർ വന്നിട്ട് ജസ്റ്റ് ഒരിക്കൽ പറഞ്ഞ് എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് റെഫർ ചെയ്യണം പറഞ്ഞിട്ട് വിട്ടുപോയേക്കും. പിന്നെ ഇത് പലരും നമ്മളോട് കൂടെ പറയുന്നപടിയാൽ നമുക്കതങ്ങ് വിട്ടുപോകും. ചിലരങ്ങനെ അല്ല, അനുദിനവും ഓർമ്മിപ്പിക്കും. കാണുമ്പോഴേക്കും ഓർമ്മിക്കും, ഞാൻ ഡ്രസ്സിന് തന്നിട്ടുണ്ട്, എന്തെങ്കിലും ആയോ, ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നും, ഓക്കെ, ഇവൻ കൂടെ എന്നോട് ചോദിക്കും എന്തെങ്കിലും ഇവന് വേണ്ടി ചെയ്യണമെന്ന്, അവന് വേണ്ടി ശരിക്കും ഞാൻ ഇറങ്ങി പ്രവർത്തിക്കും. അതേപോലെയാണ് ദൈവവും. നമുക്ക് ഇടവിടാതെ ദൈവത്തോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഇടവിടാതെ വിശ്വാസത്തോടെ ദൈവമേ എനിക്കിത് വേണം, ഈ അനുഗ്രഹം വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. പ്രിയമുള്ളവരെ, ഇടവിടാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിനും, അതേപോലെ നാം പ്രാർത്ഥനയ്ക്കൊരു സമയം കുറിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു സമയം കുറിച്ച് പ്രാർത്ഥിക്കണം. ഏതോ നമുക്ക് ഫ്രീ ടൈമിലല്ല. ഞാൻ വർഷങ്ങൾ മുൻപതായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ, നാഗർകോവിൽ പട്ടണത്തിൽ ജീവിച്ചിരുന്നപ്പോൾ, ഞങ്ങൾക്ക് നെയ്ബർ ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റീൻ്റെ പേര് വിജയ. എൻ്റെ ഒരു അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ആൻറ്റി. അവർ ക്രൈസ്ത്യാനിയല്ല, മറ്റൊരു മതത്തെ ചേർന്നവർ. അവർക്ക് വളരെ ശക്തമായ ഒരു പ്രാർത്ഥന ജീവിതമുണ്ടാകും. വൈകുന്നേരം 6 മണി ഒരു ദിവസമുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പ്രകാരമായിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ആരൊക്കെ അവരുടെ വീട്ടിൽ വന്നിരുന്നാലും, ഏതൊക്കെ വലിയ ഗസ്റ്റ് വന്നാലും, എത്ര VIP വന്നിരുന്നാലും അവരോട് പറയും, കുറച്ച് വെയിറ്റ് ചെയ്യുക, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായും പറഞ്ഞ് ആ സമയത്തിൽ തൻ്റെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് തിരിച്ചു വരത്തുള്ളൂ. അത് ആരായിരുന്നാലും, അത് എത്ര വരുന്ന വലിയൊരു കാര്യം, അവരുടെ വിശ്വാസം ഏതുമായിക്കോട്ടെ.
അവർ ദൈവത്തെയാണ് അവർക്ക് വിശ്വസിക്കുന്നത്, അവർക്ക് അറിയാവുന്ന ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. നാം ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ റിലേറ്റീവ്സ് വന്നതുകൊണ്ട് എത്ര പ്രാവശ്യം നാം നമ്മുടെ പ്രാർത്ഥനയെ മുടക്കിയിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് വന്നതുകൊണ്ട് എത്രമാത്രം നാം പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാം ഇപ്പോൾ വെൻ വി കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് ദാനിയേലിൻ്റെ വചനമാണല്ലോ നാം ആദ്യം ചിന്തിച്ചത്. അദ്ദേഹവും ദൈവത്തെ ഇടപെടാതെ ആരാധിച്ചു കൊണ്ടത്രേ ഇത്രയും വലിയ ഉയർച്ചകൾ ദൈവം കൊടുത്തത്. അത് പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധിയോട് പരിശുദ്ധത്തോട് കാത്തുകൊണ്ട് വളരെ ചുരുക്കം പേരുണ്ട്. അതിൽ ഒരാൾ ദാനിയേൽ, മറ്റൊരാൾ ഔസേപ്പ്. ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. രാജാവിൻ്റെ അരൺമനയിൽ തരുന്ന ഭക്ഷണത്തിനാലും വീഞ്ഞിനാലും മദ്യത്തിനാലും എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധിപ്പെടുത്തത്തില്ല എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തു. ഒരു വിശുദ്ധി എടുത്തു. എത്ര വലിയ ഒരു കാര്യം! കാരണം അദ്ദേഹം ഇടപെടാതെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ദൈവം പരിശുദ്ധമോ അതേ ഒരു പരിശുദ്ധത്തിൻ്റെ ഒരു തേഴ്സ്റ്റ് ദാനിയേൽ ഉണ്ടായിരുന്നു. നാമും കൂടി ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണോ? പാപം നമ്മെ ഇന്നും അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്നും പാപ സ്വഭാവങ്ങളിരിക്കുന്നു. പാപ സ്വഭാവങ്ങളാണല്ലോ നമ്മുടെ ഒരു പ്രാർത്ഥന കുറവുണ്ട്. നാം ഇടവിടാതെ ദൈവത്തെ ആരാധിക്കുന്നില്ല, ഇടവിടാതെ ദൈവത്തിന് നന്ദി പറയുന്നില്ല, ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ല, ഇടവിടാതെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നില്ല, ഇടവിടാതെ നാം വേദവചനത്തെ വായിക്കുന്നില്ല, ഇടവിടാതെ നാം പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നന്മ കടന്നു വരും. രണ്ടാമത്തെ ഒരു കാര്യം, ദാനിയേലിൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരു കഴിവ് ദൈവം കൊടുത്തിരുന്നു. ദർശനത്തിന് അർത്ഥം കൊടുക്കുന്നത്, സ്വപ്നത്തിന് അർത്ഥം കൊടുക്കുന്നത്. അവിടെ രാജാവ് സ്വപ്നം കണ്ടു. ആർക്കും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ദാനിയേൽ ദൈവത്തോടു കൂടി പ്രാർത്ഥിച്ചു. ദൈവത്തെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിനെയും ചെന്ന് പ്രാർത്ഥിച്ച് രാജാവിന് അതിനെ പറഞ്ഞു കൊടുത്തു. ആ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ ഇരുന്നപടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ട് മാത്രമല്ല അത് നിമിത്തം മാത്രമേ ഉയർച്ച വന്നത്. പ്രിയമുള്ളവരെ, നമ്മിൽ ദൈവിക സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ ഇരിക്കുമ്പോൾ അതിൽ വഴിയാണ് നമ്മുടെ ഉയർച്ചകൾ. നാം അങ്ങനത്തെ ദൈവത്തിൻ്റെ കൃപകളും ദൈവീക കഴിവുകളും വരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് എങ്ങനെ നമുക്ക് ലഭിക്കും? ദൈവത്തോട് ചോദിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോൾ. അതേപോലെ നമ്മെ ഒരു പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെടുത്ത് മാറ്റി ഒരു വിശുദ്ധിയുള്ള സ്വഭാവത്തെ നമ്മൾ വരുമ്പോൾ അത്രേ ദൈവം തരുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഒരു ഡിഫറൻസ് ഉണ്ട്. പുതിയ നിയമത്തിൽ ദൈവം 9 വരങ്ങൾ വച്ചിരിക്കുന്നു. അതിൽ 2 വരം പഴയ നിയമത്തിൽ ഉള്ളതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അത് ഒന്ന് ടങ്സിൽ സംസാരിക്കുന്നത്, അന്യഭാഷ മറുഭാഷ സംസാരിക്കുന്നത്. മറ്റൊന്ന് വ്യാഖ്യാനിക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആരുടെയും ഹൃദയത്തിൽ എപ്പോഴും തങ്ങിയിരിക്കത്തില്ല. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവിടെ ഇറങ്ങി വരും. എന്ന് ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ശലോമോൻ ദേവാലയം പണിഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതേപോലെ പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വിലയേറപ്പെട്ട രക്ഷ തന്ന പടിയാൽ ദൈവം വാഗ്ദാനം പറഞ്ഞ പ്രകാരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നു. ഇങ്ങനെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് ഈ വരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിന് പകരമായിട്ട് പഴയ നിയമത്തിൽ കാണപ്പെട്ട 2 വലിയ കൃപകൾ, ഒന്ന് സ്വപ്നം കാണുന്നത്, രണ്ടാമത് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ആ ഒരു കഴിവ്, ആ ഒരു കൃപ ദൈവം ദാനിയേലിന് കൊടുത്തിരുന്നു. അതേ കൃപ ഔസേപ്പിനും കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു ഇടവിടാതെ ദൈവത്തെ ആരാധിച്ച പടിയാൽ, ദൈവത്തോടു കൂടി ഒരു തേഴ്സ്റ്റ് ഇരുന്ന പടിയാൽ, ദൈവത്തെ സകലത്തിലും കൂടുതലായിട്ട് സ്നേഹിച്ച പടിയാൽ ദൈവം അദ്ദേഹത്തിന് തന്നു. നാമും കൂടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു ദാഹം ഉണ്ടാകുമ്പോൾ, നാം ദൈവത്തിന് പ്രീതിയുള്ള ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് തരുന്നു. പ്രിയമുള്ളവർ, മൂന്നാമത്തെ ഒരു കാര്യം നോക്കുമ്പോൾ, അവിടെ സിംഹക്കുഴിയിട്ടപ്പോഴും സിംഹം ഒന്നും ചെയ്തില്ല. അതിന് വായ ദൈവം കട്ടി. നാം ഇടവിടാതെ ദൈവം ആരാധിക്കുമ്പോൾ നമ്മുടെ ശത്രുവിൻ്റെ നാവിനെ ദൈവം കട്ടും. നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവർ, നമുക്ക് എതിരായിട്ട് സംസാരിക്കുന്നവർ, നമ്മളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മെ നശിപ്പിക്കാൻ കൽപ്പുള്ളവരായി ഇരുന്നാലും അവരുടെ നാവിനെ ദൈവം കട്ടും. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ തൻ്റെ അനുഭവത്തെ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോലി ചെയ്തു.
ആ കമ്പനിയിൽ വളരെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വൈസ് പ്രസിഡന്റ് ലെവലിൽ ഇരിക്കുന്ന ഒരു മാനേജറിന് അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെ കണ്ടാലേ ഇഷ്ടമില്ല. ഈ പയ്യനിൽ വലിയ തെറ്റൊന്നുമില്ല, അവൻ ജോലി സത്യസന്ധതയോട് കൂടി ചെയ്യും, കറക്റ്റ് ടൈം വരും, ഭയങ്കര ഹാർഡ് വർക്ക്. എന്തോ അദ്ദേഹത്തിന് ഈ പയ്യനെ ഇഷ്ടമല്ല, ഈ പയ്യനെ എങ്ങനെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹം. അത് അനേകർക്ക് പറയുമുണ്ടായി. ഈ പയ്യൻ്റെ മാനേജറുടെ പറഞ്ഞു, ഇവനെ എനിക്കിഷ്ടമല്ല, ഞാൻ ഇവനോടൊന്ന് പറപ്പിക്കും എന്ന് പറഞ്ഞു. ഈ പയ്യൻ്റെ ചെവിയിൽ ആ ഒരു കാര്യം കേട്ടപ്പം വളരെ പയ്യനെ ദുഃഖം തോന്നി. അവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരോ ഇടപെടാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പയ്യൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു പയ്യൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? കാലങ്ങൾ കടന്നുപോയി. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ ഇവന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം അദ്ദേഹത്തിൻ്റെ നാവിനെ അടച്ചു. അദ്ദേഹം പറഞ്ഞു ഒന്നും ഏക്കാൻ പോയി. അവസാനം എന്ത് സംഭവിച്ചു? ആ വൈസ് പ്രസിഡൻറ്റിനും ആ കമ്പനി മാനേജ്മെൻറ്റിനും മറ്റൊരു കാര്യത്തെ ചൊല്ലി ഒരു തർക്കമുണ്ടായി, ഭയങ്കര ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. ആ മാനേജ്മെൻറ്റ് ഈ വൈസ് പ്രസിഡൻറ്റ് ജോലിയെ വിട്ട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഏതൊരു വ്യക്തി ഇടവിടാതെ ആരാധിക്കുന്ന ദൈവനെ അവിടെ നിന്ന് പറപ്പിക്കും എന്ന് വെല്ലുവിളിച്ച് നടന്നു, അത് ചെയ്യുവാൻ കഴിവുള്ളവനായി ഇരുന്നിട്ടും ദൈവം അതിന് അനുവദിച്ചില്ല. ആ വ്യക്തി അവിടെ നിന്ന് വിട്ടുമാറി. അതേപോലെ നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ഏതൊരു വ്യക്തി ഇറങ്ങി നിന്നാലും ദൈവം അതിന് ചെയ്യത്തില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരുമകളായിട്ട് വന്നിരുന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുമെന്ന് ആരെങ്കിലും ഒരാൾ എതിർത്ത് നിൽക്കുന്നു, അത് ഒരിക്കലും സംഭവിക്കില്ല. എപ്പം നിങ്ങൾ ഇടപെടാതെ ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഇടപെടാതെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഇടപെടാതെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇടപെടാതെ വേദവചനത്തെ വായിക്കുമ്പോൾ, ദൈവം പ്രിയപ്പെടുന്ന വിശുദ്ധിയുള്ള ജീവിതം, ദൈവം പ്രിയപ്പെടുന്ന ദൈവത്തോടുള്ള ജീവിതം നാം നയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇടപെടാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. നമ്മുടെ ഏത് കാര്യത്തിൽ നാം ചൊല്ലി അപേക്ഷിച്ചാലും ദൈവം അത് തരും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥന ജീവിതം എങ്ങനെയുണ്ട്? അന്ന് ദാനിയേൽ ഇടവിടാതെ ആരാധിച്ചതുപോലെ ഒരു ജീവിതമുണ്ട്. അദ്ദേഹത്തെ സിംഹഗോപിയിൽ ഇടുന്നവരാണ് പറയുന്നത്, നീ ഇടവിടാതെ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെ സാക്ഷ്യപ്പെട്ടു. മറ്റുള്ളവർ അങ്ങനെ നമ്മെ കൊണ്ട് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സാക്ഷിയുള്ള ജീവിതം, ഒരു വിശുദ്ധിയുള്ള ഒരു ജീവിതം, ദൈവനാമത്തിന് മഹത്വമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കും. ഏതോ സമയം കിട്ടുമ്പോഴല്ല, എപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ അനുഭവങ്ങളും ദൈവത്തോട് പറയുക. നിങ്ങൾക്ക് വരാൻ ലഭിക്കുന്ന ഓരോ ആവശ്യങ്ങളും ദൈവത്തോട് പറയുക. അങ്ങനെ ഇടപെടാതെ ദൈവത്തോട് സംസാരിക്കുക, ഇടപെടാതെ ദൈവത്തെ ആരാധിക്കുക, ഇടപെടാതെ ദൈവവചനം വായിക്കുക, ഇടപെടാതെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, ഇടപെടാത്ത ദൈവത്തിൻ്റെ പ്രീതിയുള്ള സ്വഭാവങ്ങൾ കൈക്കൊള്ളുക. അങ്ങനെ ദൈവത്തിന്മേൽ ഒരു ദാഹം, ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. ദൈവം നിങ്ങളെ സ്പിരിച്വലി അനുഗ്രഹിക്കും, നിങ്ങളുടെ ഫിനാൻഷ്യലി ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ ജോലിയിൽ ഉയർത്തും, നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു ആഗ്രഹിക്കുന്നു അതിന് അപ്പുറമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും അടുത്ത ഒരു ചിന്തയോട് കൂടി വരുന്നവരെ ഞാൻ ഇവിടെ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്തു ആഗ്രഹിക്കുന്നു അതിന് അപ്പുറമായിട്ടും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സകലവിധ ദീർഘായുസായാലും, സകലവിധ നന്മയാലും, സകലവിധ കൃപയാലും, സകലവിധ ഐശ്വര്യത്താലും, നല്ല ആരോഗ്യത്താലും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.